Hey guys, we are going to Kashmir. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. Welcome to my YouTube channel, guys. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളുടെ ഇതാണ് ഫ്ലാറ്റാണിത്. സോ അവിടുന്ന് ഞങ്ങളിതേ പോയി തുടങ്ങുവാണ്. എല്ലാ വ്ളോഗേഴ്സും ഉണ്ട്. വ്ളോഗർ നമ്പർ 1 ആൽവിൻ, വ്ളോഗർ നമ്പർ 2 അജ്മീന കാസിം, വ്ളോഗർ നമ്പർ 3 എറിക്. സോ ഞങ്ങളിതേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കും. സോ മുന്നിലെ വഴി പോലും കാണാൻ പറ്റുന്നില്ല. തണുപ്പാണ്, ബ്ലറായതൊന്നുമല്ല കേട്ടോ. ഇനി ഞങ്ങൾ കാറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. മൊത്തം ബ്ലറായിട്ടിരിക്കുന്നതല്ല, ഫോർവേഡ് സൈഡ്. സോ ഗായ്സ്, ഞങ്ങളപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് അടുത്ത ഒരു 5 മിനിറ്റ് അപ്പം തന്നെ ഞങ്ങൾ വരുന്നതാണ്. ബൈ. തണുത്തിട്ട് വയ്യ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലെത്തി, കാറിൽ നിന്ന് ഇറങ്ങി. സോ അവിടം വരെയുള്ള ചാർജ് ഏകദേശം ഒരു 700 രൂപ, 616 പിന്നെ ടോളും കാര്യങ്ങളൊക്കെ കൂട്ടി 700 രൂപ, ഒരു 700-800 ആ ഒരു റേഞ്ചിൽ വന്ന് ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് പോവാണ്. മുന്നിലൊന്നും കാണാൻ പറ്റില്ല, മഞ്ഞായതുകൊണ്ട്. ഞങ്ങൾ അകത്ത് നിന്നിട്ട് ഇനി ബാക്കി വെയിറ്റിംഗ് റൂമൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണുള്ളത്. ക്ലോക്ക് റൂമിൽ കൊണ്ടെല്ലാം വെച്ചു. ഞങ്ങളിത് തിരിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെ വെയിറ്റിംഗ് റൂമൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് സീൻ കാരണം ഞങ്ങൾ ക്ലോക്ക് റൂമിൽ വെച്ച്. ഒരു ബാഗിന് ലോക്കറിനാണെങ്കിൽ 80, പിന്നെ പെർ ബാഗിന് എന്തോ സംതിങ് ഒരു സെറ്റായിട്ടാണ് ഞങ്ങൾ വെച്ചത്. അപ്പം 80 രൂപ വെച്ചാണ് ചെയ്തത്. പിന്നെ ഒരു കുഞ്ഞ് ലോക്കറിന് 80 രൂപ. ലാപ്ടോപ്പ് വെക്കാൻ സെപ്പറേറ്റ് ലോക്കറുണ്ട്. സോ അതിന് 80 രൂപ. സോ ഞങ്ങളത് മൊത്തം എനിക്ക് 100 രൂപ എടുത്തോളമായി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നടന്ന് ഉള്ളത് പറയാലോ, മറ്റേ ചാളടിക്കിട്ട പോലെ ആണ് ഇവിടെ ഓരോരുത്തങ്ങളും കിടന്ന് ഉറങ്ങണത്. എനിക്കറിയാമല്ല, ഇവിടുന്ന് തിരക്ക് കണ്ടിട്ട് രക്ഷയില്ല. സോ ഇനി അടുത്തത് ഗൈസ്, ഞങ്ങളങ്ങനെ അവിടെ നിന്ന് നടന്ന് നീങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അതായത് ഫുഡ് സെൻറ്റർ. അവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ കൂടി താലി അവൈലബിൾ ആയിരുന്നു. അപ്പം ഞങ്ങൾ ചിക്കൻ താലി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് റൂം ആൾക്കാരുടെ കുറവാണ്. സോ നമുക്ക് വെയിറ്റിംഗ് റൂം അല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്ന് രാത്രി വിളിപ്പിക്കാനില്ലേ അതേ തന്നെ ആൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിംഗ് റൂം കണ്ടുപിടിക്കാൻ. എന്തോ ഈ വീഡിയോ കണ്ടിട്ട് ഞാനെന്തോ റെയിൽവേ സ്റ്റേഷൻ വിസിറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇല്ല ഗൈസ്, ഞാനിതൊന്നും ഒത്തിരി ഒന്നും ഇടില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് വീഡിയോ ഒരു 11 ഞങ്ങൾക്കൊരു 8 മണിക്കാണ് ട്രെയിൻ. സോ അതുവരെയുള്ള പരിപാടിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞങ്ങൾ വല്ലയിടത്തും തിരിഞ്ഞ് നടക്കുകയും ഫുഡ് കഴിക്കാൻ പോകുക, അതൊക്കെ ആയിരിക്കും. സോ അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. എന്താവുന്ന 3:15 വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം ഇറങ്ങടേ. സോ ക്ലോക്ക് റൂമിൻ്റെ അടുത്തെത്തി. ഞങ്ങളൊരു ലഗേജ് എടുക്കും. ഞാൻ പോയി ലാപ്ടോപ്പ് ബാഗ് എടുത്തായിരുന്നു. ഗൈസ്, അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ട്രെയിൻ എത്താൻ പോവുകയാന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ. എന്നെ കാണാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. ഞാൻ വേറൊരു രസകരമായ ഒരു കാര്യം കാണിച്ചു തരാം. ഞങ്ങളങ്ങനെ ഈ വൃത്തികെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് വേര് കിളിക്കൂന്ന് വിചാരിച്ചു. അപ്പോഴാണ്
ഞങ്ങളുടെ ട്രെയിൻ അവസാനം ഞങ്ങളുടെ 1.5 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വരാൻ പോകുന്നെന്ന് അറിഞ്ഞത്. സോ വലിയ ഉപകാരം വരുന്നതിൽ. റെയിൽവേക്ക് വളരെ വലിയ താങ്ക് യു. ഞങ്ങളെ ഇത്രയും നന്നായിട്ട് ഇവിടെ എല്ലാ സൗകര്യങ്ങളോടെ നിർത്തിയതിന്. കാരണം ഒരു ചുക്കും ഇല്ലായിരുന്നു, പിണ്ണാക്കും ഇല്ലായിരുന്നു. ഇവിടെ കിടക്കാനൊരു മര്യാദയ്ക്ക് റൂം പോലും കിട്ടിയിട്ടില്ല. ശരിക്കും അനുഭവിച്ച് തന്നെ ഈ ട്രിപ്പിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വാല്യൂ കാണും. ഇവിടെ ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞു കൊച്ചുള്ള കാരണം ഈ കൊച്ചിന് കമ്പനിയായി. ഭുവി 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 എന്തിക്കാ ഹായ് ബോൾ ദോ. ഹായ് ഹായ്. സോ ഗൈസ്, 1.5 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ട്രെയിനിലൂടെ മികച്ച വിജയം കൊണ്ട് ഞങ്ങൾ അങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. വലിയ അത്ഭുതം തന്നെ ട്രെയിൻ എത്തിയത് തന്നെ. ഇല്ലെങ്കിൽ ഏതെല്ലാം ട്രെയിൻ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ പക്ഷെ കിട്ടി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. രാത്രിയാണ്, കിടന്നുറങ്ങണം. പിന്നെ രാവിലെ അവിടെ എത്തിയതിന് ശേഷം അടുത്ത പാട്ടിടുന്നതാണ്. ഇത് വലിയ നീണ്ട വീഡിയോ ഒന്നല്ല, ചെറിയൊരു വീഡിയോ ആണ്. സോ സെക്കൻഡ് പാട്ടിലോട്ടാണ് ഞങ്ങളുടെ ജേർണി ആരംഭിക്കുന്നത്. ഇപ്പം തന്നെ ആരംഭിച്ചു. ഒരു ഊക്കലായിപ്പോയി. 2 ദിവസമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാനാണ്. ഹൊറിബിളാണ്. സോ ഇനി അടുത്ത വീഡിയോസൊക്കെ വരുന്നതാണ്, കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗായ്സ്. പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ.